റിട്ടയർ SP കെ ആന്റണി കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ കെ ആന്റണി, എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ വെച്ച CI ഗർഭിണിയെ തല്ലുന്ന CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഒരു നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഈ സ്ത്രീക്ക് ദൃശ്യങ്ങളടക്കം ലഭിച്ചിരിക്കുന്നത്. നമ്മൾ ഈ ദൃശ്യം പരിശോധിക്കുകയാണെങ്കിൽ വളരെ ഞെട്ടിക്കുന്ന ഒരു ദൃശ്യം തന്നെയാണ്. ഒരു സ്ത്രീ, അവർ ഗർഭിണിയാണെന്ന് റിപ്പോർട്ടുകളുണ്ട്, അവരെയാണ് ഒരു പോലീസുകാരൻ അദ്ദേഹം തല്ലുന്നത്. അതും മുഖത്തടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഒരു സ്ത്രീ മഫ്തിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരാണ്, അത് എന്തു തന്നെ ആയിക്കോട്ടെ, ഒരു സ്ത്രീയോടുള്ള പെരുമാറ്റം അത് അങ്ങേയറ്റം നീചമാണ്. എങ്ങനെയാണ് നമുക്ക് ഇതൊക്കെ തന്നെയും, അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിൽ അയാൾക്കെതിരെ നടപടി ഇല്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. കാരണം ആ സ്ത്രീ പിന്നീട് മാധ്യമങ്ങളെയൊക്കെ കാണുകയും പത്രസമ്മേളനമൊക്കെ വിളിച്ചു ചേർത്ത സമയത്തൊക്കെ തന്നെയും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ ദൃശ്യമൊന്നും അന്ന് ലഭ്യമല്ലായിരുന്നു. ഇപ്പോഴത്തെ ദൃശ്യമൊക്കെ വന്നിരിക്കുകയാണ്. ഇയാൾക്കെതിരെ കർശനമായിട്ടുള്ളൊരു നടപടി ആവശ്യമില്ലേ? കാരണം ഒരു ധാർഷ്ട്യം തന്നെയാണ്. നടന്ന സംഭവം 2024 ഏറ്റവും വലിയ ഗൗരവം. അതിനുശേഷം ഈ സ്ത്രീ പരാതി നൽകിയിട്ടുണ്ട്, പക്ഷെ അപ്പോഴൊന്നും നടപടി ഉണ്ടായിട്ടില്ല. തീർച്ചയായിട്ടും വളരെ ഞെട്ടിക്കുന്ന ഒരു വിഷ്വൽസ് ആണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ചാനലുകളിൽ. അത് ഏത് സാഹചര്യത്തിലാണെങ്കിലും ഒരിക്കലും അതിനെ ന്യായീകരിക്കാനോ അത് ശരിയാണെന്ന് പറയുവാനോ ഒരിക്കലും സാധിക്കില്ലാത്ത രീതിയിലുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. അതും കൊച്ചി പോലുള്ള ഒരു സിറ്റിയില് അവിടുത്തെ പ്രധാനപ്പെട്ട പോലീസ് സ്റ്റേഷൻ, നോർത്ത് പോലീസ് സ്റ്റേഷനിലെ SHO ആയിട്ടുള്ള ആ ഓഫീസർ അത് ഗർഭിണിയാണെന്ന് വിളിച്ചു പറയുമ്പോഴും ഗർഭിണിയായ ആ യുവതിയെ അവരുടെ കരണത്തടിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതിക്രൂരമായിട്ടുള്ള ഒരു സംഭവമാണ്. അത് നമുക്കൊരിക്കലും പോലീസിനെ ന്യായീകരിക്കാൻ, അല്ലെ പോലീസ് അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. ഏത് സാഹചര്യത്തിലും എത്ര വലിയ തീവ്രവാദിയുടെ ഭാര്യയാണെങ്കിൽ പോലും ഒരു വനിതയുടെ ശരീരത്തിൽ സ്പർശിക്കുവാനോ വനിതയെ ആ രീതിയിൽ ദേഹോപദ്രവം ഏൽപ്പിക്കുവാനോ, അത് എന്താണ് അതിന്റെ സാഹചര്യമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതിനകത്ത് അവരുടെ ഭർത്താവിനെ അയാള് ആരുടെയോ വീഡിയോ, അതായത് ഏതോ കസ്റ്റഡിയിലെടുത്ത 2 ആളുകളെ കസ്റ്റഡിയിൽ എടുക്കുന്ന സമയത്ത് വീഡിയോ പകർത്തിയെന്നോ മറ്റോ ആണ് അയാളുടെ പേരിലുള്ള ആരോപിക്കുന്ന കാര്യം. എന്തായിരുന്നാലും അതൊന്നും ഒരു വലിയ ഗൗരവമുള്ള കാര്യമല്ല. എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, പോലീസിന്റെ ഇന്നത്തെ അവസ്ഥയാണ് ഇത് കാണിക്കുന്നത്. കുന്നംകുളത്തെ സംഭവം ഇതുപോലെ തന്നെ CCTVക്ക് വേണ്ടി ഒരുപാട് പൊരുതി, അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിച്ച് കോടതിയുടെ ഉത്തരവോടുകൂടിയാണ്. അതേപോലെ തന്നെ ഇതും ഇന്നിപ്പോ കോടതിയുടെ ഉത്തരവോടുകൂടിയാണ് ഈ വിഷ്വൽസ് പുറത്തു വരുന്നത്. ഇതിലും വളരെയധികം ഗൗരവമുള്ള ഒരു കാര്യമാണ് പോലീസ് സ്റ്റേഷന്റെ ഉള്ളിൽ നടക്കുന്ന സംഭവങ്ങൾ എന്തെന്നുള്ളത്. ആ CCTV സ്ഥാപിക്കണമെന്നുള്ളത് സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമുള്ള ഒരു ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് അത് എല്ലാ പോലീസ് സ്റ്റേഷനിലും ആ രീതിയിൽ സ്ഥാപിച്ചിരിക്കുന്നത്. അതിന്റെ ഉദ്ദേശം എന്താണോ അതിനെ മറച്ചു വെക്കുന്ന, അല്ലെങ്കിൽ അതിന് ഘടകവിരുദ്ധമായിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനമാണ് പോലീസ് സ്റ്റേഷനുകളിൽ നടക്കുന്നത്. എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും അല്ല, ചില പ്രത്യേക അല്ലെങ്കിൽ ഏതെങ്കിലും ഈ രീതിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഉള്ള പോലീസ് സ്റ്റേഷനുകളിൽ ഇത് നടക്കുന്നുണ്ടെന്നുള്ളത് സത്യം തന്നെയാണ്. അപ്പൊ അത് ഇപ്പോൾ പുറത്തു വന്നു, അത് പൊതുജനം അറിയേണ്ട ഒരു സാഹചര്യം വന്നു. പോലീസിനെ പറ്റി വളരെ അധികം അപമതിപ്പുണ്ടാക്കുന്ന ഒരു ദൃശ്യമാണ് ഇന്നിപ്പോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും അതിനെ ന്യായീകരിക്കാൻ പാടില്ല. അതിന് തർക്കതായ നടപടികൾ സ്വീകരിച്ചു വെക്കൂ. ഈ രീതിയിൽ വനിതകളെ അല്ലെ സ്ത്രീകളെ ഉപദ്രവിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ, അയാൾ മഫ്തിയിലാണ്, എനിക്കറിയില്ല അത് ആരാണ്, എനിക്ക് ആ ഓഫീസറേയും അറിഞ്ഞുകൂടാ വ്യക്തിപരമായിട്ട്. അയാളാണ് SHO എങ്കിൽ, SHO ആണെങ്കിലും അല്ലെങ്കിലും അത് പോലീസ് ഉദ്യോഗസ്ഥനാണ് എങ്കിൽ അയാളെ സർവീസിൽ നിന്ന് തന്നെ നീക്കം ചെയ്യണമെന്നുള്ളതാണ് അതിന് ഏറ്റവും കുറഞ്ഞതായിട്ടുള്ള ഒരു പോലീസിന്റെ ഡിപ്പാർട്ട്മെന്റിലായിട്ടുള്ള നടപടി. കഴിഞ്ഞ 24 ജൂൺ 20 ഈ സംഭവം ഉണ്ടാകുന്നത്. ഇപ്പോൾ ഏകദേശം 1.5 വർഷത്തിലധികം കഴിഞ്ഞു. അതിനോടകം അവർ പല സ്ഥലങ്ങളിലും പരാതി കൊടുത്തു, കമ്മീഷണറുടെ ഓഫീസിൽ കൊടുത്തു. അവിടെ നിന്നും മൊഴിയെടുക്കാൻ വന്ന പോലീസുകാര് ഇതുമായിട്ട് മുന്നോട്ട് പോകേണ്ട എന്നുള്ള രീതിയിലുള്ള ഉപദേശം കൊടുത്തു എന്നാണ്. അതുപോലെ തന്നെ പോലീസ് മറ്റുദ്യോഗസ്ഥരും ഇത് ഒത്തുതീർപ്പാക്കുവാൻ, അല്ലെങ്കിൽ ഇത് രമ്യതയിൽ പരിഹരിക്കാൻ ഉള്ള ശ്രമങ്ങളും സമ്മർദ്ദങ്ങളും ഒക്കെ നടത്തിയെന്നും പറയുന്നുണ്ട്. എന്തായിരുന്നാലും അത് ഒരു കാരണവശാലും വിട്ട് വീഴ്ച ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലുള്ളതല്ല. കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥർ ചുരുക്കം ചിലരെങ്കിലും, വളരെ ചുരുക്കം ചിലരെങ്കിലും ആണെങ്കിലും ഈ രീതിയിൽ പെരുമാറുന്നത് എന്തെന്നുള്ളതിനെ സംബന്ധിച്ച് പഠനം നടത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. കാരണം അവരുടെ പരിശീലനത്തിന്റെ അഭാവമാണോ, പരിശീലനത്തിന്റെ അപാകതയാണോ എന്നുള്ളതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം എന്താണ് ഈ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് അവർ പോകുന്നതെന്നുള്ളത് വളരെ ഭയാനകമായിട്ടുള്ളൊരു ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. ഒരു സ്ത്രീയെ അതും ക്രൂരമായിട്ട് ആഞ്ഞടിക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ നിലയിലുള്ള അടിയോ പിടിച്ചു തള്ളലോ യാദൃശ്യമായിട്ടുണ്ടാകുന്ന സംഭവങ്ങൾ എന്നുള്ളതിൽ ഉപരി അത് മനഃപൂർവ്വം അവരുടെ കരണത്തടിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇത്
വളരെ ഗൗരവമായിട്ട് അധികാരികൾ കാണേണ്ടതുണ്ട്. ഈ രീതിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ ഉന്നത ഉദ്യോഗസ്ഥർ സംരക്ഷിച്ചു നിർത്തുന്ന ഏത് കാരണത്താലാണെന്നുള്ളത് കൂടി പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇതൊന്നും ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യേണ്ടതല്ല. അവർക്ക് മാതൃകാപരമായിട്ടുള്ള ശിക്ഷ നൽകണം. അത് ആ സമയത്ത് തന്നെ ചെയ്യുകയും വേണം. 1.5 വർഷമോ 2 വർഷമോ കഴിഞ്ഞിട്ടല്ല. അത് നിവൃത്തികേട് കൊണ്ട് ഏതെങ്കിലും ഒരു നടപടി എടുക്കുന്നു എന്നുള്ളൊരു ധാരണ ഉണ്ടാവാനും പാടില്ല. ഇതേമാതിരി മറ്റ് പോലീസ് സ്റ്റേഷനുകളിലുള്ള ക്രൂരമായിട്ട് പെരുമാറുന്ന ഉദ്യോഗസ്ഥർക്ക് അതിൽ താക്കീതായിരിക്കണം. അവരതിൽ നിന്ന് പിന്മാറണം. ഈ രീതിയിലുള്ള കാര്യങ്ങളിൽ ഗൗരവമായിട്ടുള്ള കർക്കശമായ നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ് അഭിപ്രായം. ഇപ്പോൾ വളരെ നന്ദിയുണ്ട് ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.